അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ഉലകത്തോട് മുഴുവനും വിളിച്ചു പറഞ്ഞത് എല്ലാ മനുഷ്യന്റെയും ജീവന് മൂല്യമുണ്ടെന്നാണ്. കറുപ്പിന്റെ വെളുപ്പിന്റെ നിറരാഷ്ട്രീയത്തെ വേണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ സൗന്ദര്യത്തിന്റെ തുല്യതയില്ലാത്ത രൂപമാണ്. ലോകത്തൊരു മനുഷ്യനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം സൗന്ദര്യമുള്ളയാൾ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനുമില്ല. അവിടുത്തെ സൗന്ദര്യത്തെക്കുറിച്ച് എഴുതപ്പെട്ട രചനകളോളം ലോകത്തൊരാളുടെ സൗന്ദര്യവും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിപ്പിടിച്ച് കൂടെ പിടിച്ച് കൊണ്ടു നടന്നിരുന്ന കൂട്ടുകാരന്റെ പേരാണ് ആഫ്രിക്കൻ അടിമയായിരുന്ന സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യ സൂക്ഷിപ്പുകാരിൽ ഒരാളാണ്. സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നവരിൽ ഒരാളാണ്. എനിക്കും എൻ്റെ ബിലാലിനും ഒരു മാസം കഴിക്കാനുള്ള ഭക്ഷണം ബിലാലിൻ്റെ കക്ഷത്തൊതുങ്ങുന്ന ഒരു കൊച്ചു പൊതിയോളമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരും ഇല്ലേ പറയാൻ? എനിക്കും എൻ്റെ ബിലാലിനും റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന സൗന്ദര്യത്തിൻ്റെ പര്യായം, സുന്ദരന്മാരായ ആയിരക്കണക്കിന് അനുയായികളുള്ള നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുള്ളത്, എൻ്റെ ബിലാലിൻ്റെ കക്ഷത്തൊതുങ്ങുന്ന ഒരു കൊച്ചു പൊതിയോളം ഭക്ഷണം, അതൊരു മാസത്തെ ഞങ്ങളുടെ ഭക്ഷണമാണ്. അതിൽ നിറഭേദങ്ങളോടുള്ള ഒരു സമരപ്രഖ്യാപനമുണ്ട്. മലയാളത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ പാട്ട് പാഠപുസ്തകത്തിലേക്ക് കയറി വരുന്നത് ഇവിടെയുള്ള ചില സംഹിതകളോടുള്ള സമരത്തിന്റെ ഭാഗമാണ്. അവിടെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ രത്നമായി ഉയർത്തിക്കൊണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആ ചെറുപ്പക്കാരൻ വായിക്കട്ടെ. ആ ചെറുപ്പക്കാരന് വേണ്ടി മണിക്കൂറുകളോളം വന്ന് കാത്തു നിൽക്കുന്നവർ വായിക്കട്ടെ. കേവലം ഒരു പാട്ടുകൊണ്ട് തൻ്റെ നിറത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ പാടുന്നതെങ്കിൽ, സൗന്ദര്യത്തിൻ്റെ പര്യായമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ സുന്ദരനായ ഒരു സ്വഹാബി ഇബ്നു സൗദാ, കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ചു. കറുമ്പി എന്ന പദത്തിന് വർത്തമാനകാലത്തെ സംഗീതത്തിൽ പ്രാധാന്യം വന്നത് ഈ ചെറുപ്പക്കാരൻ വന്നപ്പോഴാണ്. എന്നാൽ അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മണ്ണിലേക്ക് ചവിട്ടി തേച്ച് ലോക മീമാംസയിൽ നിന്ന് മാറ്റിവെച്ചു. കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ച സുന്ദരനായ സ്വഹാബിയോട് പറഞ്ഞു, നിന്നെ അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ, വിവരമില്ലാത്ത കാലത്തെ ജാഹിലിയ്യത്തിന്റെ ശകലം ബാക്കിയായിട്ടുണ്ടോ നിങ്ങളിൽ? ഒരു സംസ്കൃത സമൂഹത്തിൽ ഇതുണ്ടാവാൻ പാടില്ല. സംസ്കൃത സമൂഹത്തിലെ ഒരാൾ കറുത്തവന്റെ മകനെ കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ച് ആക്ഷേപിക്കില്ല. ഇവിടെ നിറമല്ല വലുത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ ഉള്ളിലുള്ള മൂല്യമാണ് വലുത്. ആ മൂല്യങ്ങൾക്ക് വേണ്ടി കാത്തുനിന്നു. ഇസ്ലാം മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയല്ല, ഇസ്ലാം മൂല്യങ്ങൾക്ക് വേണ്ടി പ്രയോഗവൽക്കരണം നടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് മഹത്തുക്കളുണ്ട്. അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഭരണാധികാരികൾ അടക്കം വന്ന് ക്യൂ നിൽക്കുകയാണ്. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു, അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു വീട്ടിലെ അടിമയായിരുന്നു. ശരീരത്ത് 4 or 5 ന്യൂനതകളുള്ള ആളായിരുന്നു. മര്യാദക്കുള്ളൊരു കുപ്പായം പോലുമില്ല, കോട്ടിയുണ്ടാക്കിയ ഒരു ചെരുപ്പേ ഉള്ളൂ. ആ പാവപ്പെട്ട അടിമയായ അതാ ഇബ്നു അബി റബാഹ് എന്ന് പറയുന്ന അറബ് വീട്ടിലെ അടിമ അറിവ് നേടി പണ്ഡിതനായപ്പോൾ അന്നത്തെ മുഴുവൻ ആളുകളും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, ഹജ്ജ് വേളയിൽ അതാ ഇബ്നു അബി റബാഹ് അല്ലാതെ ഫത്വ കൊടുക്കാൻ പാടില്ല.
ഹജ്ജ് വേളയിൽ അതാ ഇബ്നു അബീ റബാഹയെ ഫത്വ കൊടുക്കാൻ പാടുള്ളൂ, വേറെ ആരും ഫത്വ കൊടുക്കരുത്. അതാ ഇബ്നു അബീ റബാഹ റളിയല്ലാഹു അൻഹു ഒരു ഉന്നത കുലജാതനല്ല, ഒരു ആഫ്രിക്കൻ അടിമയാണ്. അറബ് ലോകത്തെ ഒരു വീട്ടിൽ, ഒരു അറബി ഉമ്മയുടെ വീട്ടിൽ ജോലിക്കാരനാണ്. പള്ളിയിൽ വന്ന് ഓതി പഠിച്ചു, നല്ല ആലിമായി ഉയർന്നു വന്നു, പണ്ഡിതനായി. ഭരണാധികാരി വന്ന് കവാടത്തിൽ ക്യൂ നിൽക്കുകയാണ്. ഭരണാധികാരി ആ പണ്ഡിതന്റെ അറിവിനെ ആദരിക്കുകയാണ്. ഫത്വയ്ക്ക് വേണ്ടി നീണ്ട ക്യൂവാണ്. കീറിപ്പറിഞ്ഞ കുപ്പായവും കേടുവന്ന ചെരുപ്പമിട്ട് പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് കയറുമ്പോൾ ഇത്രയേറെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഭരണാധികാരിയുടെ മക്കൾ ചോദിച്ചു, അല്ല വാപ്പാ, നിങ്ങളാണോ ഭരണാധികാരി? ആയിരിക്കണ ആളാണോ? മോനെ, അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഞാനാണെങ്കിലും മൂല്യത്തിൽ അതാണ് ഭരണാധികാരി. കാരണം അറിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അതാ ഇബ്നു അബീ റബാഹ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ പണ്ഡിതൻ, താബിഈങ്ങളിൽപ്പെട്ട മഹാൻ, മക്കയിൽ ഇരുന്നുകൊണ്ട് ലോകത്തിന് മുഴുവനും ഫത്വ നൽകി. ലോകത്തുനിന്ന് വരുന്ന മുഴുവൻ ആളുകൾക്കും മതവിധിയുടെ ദിശ കാണിച്ചു കൊടുത്തു. അവിടെ ഒരു വർഗ വ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ ഇസ്ലാമികമായ മൂല്യങ്ങളുടെ തലസ്ഥാനമാക്കിയ കഅബാലയത്തിന്റെ ചാരത്ത് ഒരു കാലഘട്ടത്തിൽ ഫത്വ കൊടുക്കാൻ ഏറ്റവും ശബ്ദമുള്ള പണ്ഡിതൻ ഒരടിമയായിരുന്ന നീഗ്രോ വർഗത്തിൽപ്പെട്ട, സൗന്ദര്യമില്ലാതിരുന്ന, കണ്ണിന് ചെറിയ ഒരു ഭാവവ്യത്യാസമുണ്ടായിരുന്ന, നടപ്പിൽ ചെറിയൊരു സ്റ്റെപ്പ് വ്യത്യാസമുണ്ടായിരുന്ന സയ്യിദുനാ അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ച മൂല്യം. സമാനമായ ഒരു മൂല്യം അവതരിപ്പിക്കാൻ ലോകത്തൊരു സംഹിതയ്ക്കും കഴിയില്ല. അതുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായി ലോകത്തോട് സംസാരിക്കേണ്ട കാലമാണ്. ഇസ്ലാം, നമ്മൾ വിചാരിക്കും ഫലസ്തീനിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു, ഇറാനിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു, ഇറാഖിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു, സിറിയയിൽ മുസ്ലിങ്ങൾ അനാഥരായി, ലിബിയയിൽ മുസ്ലിങ്ങൾ ഭരണാധികാരി ഇല്ലായ്മ ചെയ്യപ്പെട്ടു. എല്ലായിടത്തും പ്രശ്നമാണല്ലോ, എല്ലായിടത്തും പ്രശ്നമല്ല. ഇസ്ലാം എന്ന മൂല്യമുള്ള ഒരു പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ലോകത്ത് ചില കശ്മലന്മാർ ശ്രമിക്കുന്നു. നമ്മളുടെ കയ്യിലുള്ള ആദർശത്തിന്റെ മൂല്യമാണത് എന്ന് ഇജ്ജത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോടതികളിൽ പോലും ഇസ്ലാമിക ശരിയ ചർച്ചയ്ക്ക് വരുന്നത്? വേറൊന്നുമല്ല, ഇസ്ലാമിന് എല്ലാത്തിനെ കുറിച്ചും കൃത്യമായ വീക്ഷണമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോടതിയിൽ മുസ്ലിം സ്ത്രീകളുടെ തലാഖിനെ കുറിച്ച് മാത്രം ചർച്ച വന്നത്? ഇസ്ലാമിന് കൃത്യമായ ഒരു കർമ്മശാസ്ത്രമുള്ളത് കൊണ്ട്. എന്തുകൊണ്ടാണ് ലോകത്ത് മുഴുവനും ഇസ്ലാമിക ശിക്ഷാവിധിയെക്കുറിച്ച് ചർച്ച വരുന്നത്? ഇസ്ലാമിനൊരു ക്രിമിനോളജി ഉള്ളത് കൊണ്ട്. എന്തുകൊണ്ടാണ് ലോകത്ത് മുഴുവനും ഇസ്ലാമിക് എക്കോണമി വേണമെന്ന് പറയുന്നത്? ഇസ്ലാമിനൊരു എക്കണോമിക് സിസ്റ്റം ഉള്ളത് കൊണ്ട്, ഇസ്ലാമിനൊരു അഡ്മിനിസ്ട്രേഷൻ സംവിധാനമുള്ളത് കൊണ്ട്. അങ്ങനെ ഇസ്ലാം സമ്പൂർണമായ ഒരു മതമാണ്. ആ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലയാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നത്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു കൽപ്പിക്കുന്നത് നീതിനിഷ്ഠമായ ഒരു സമൂഹഘടനയാണ്, നന്മയിലൂടെ നിങ്ങൾ വർത്തിക്കണമെന്നാണ്. അതുകൊണ്ട് മഹാനരായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഈ മഹത്തായ മദ്ഹർ ഉണ്ടാക്കിയത് ലോകത്തെ ഏറ്റവും വലിയ മൂല്യത്തെ ലോകത്തേക്ക് ഉയർത്തി കാണിക്കാൻ. അതാണ് അൽ ഇസ്ലാം. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള നേതാവിനെ ഉയർത്തി കാണിക്കാൻ. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണ പറയും പോലെ, വിടുതി പറയും പോലെ, റഅഫത്ത് പറയും പോലെ, റഹ്മത്ത് പറയും പോലെ ലോകത്തെ മൂല്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്ന വേറെ ഒരു നേതാവുമില്ല.